ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് പരീക്ഷണം നമ്പർ 2 ആണ്. ദ്രവപദാർത്ഥത്തിനും വാതകത്തിനും ദ്രാവകത്തിൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞങ്ങൾ ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനു വേണ്ട സാധന സാമഗ്രികൾ: ഒരു ടംബ്ലർ, ഒരു കല്ല്, ടംബ്ലറിൽ ചേർക്കാൻ വേണ്ട കുറച്ച് ജലം, ഒരു ചില്ല് ഗ്ലാസ്, പിന്നെ ഒരു നൂല്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾക്ക് ഈ ഒരു പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ടംബ്ലറിൽ ജലം ചേർക്കാം. നമ്മൾ ടംബ്ലറിലേക്ക് ജലം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ജലത്തിന്റെ അളവ് നോക്കൂ. ഇത്രയാണ് ജലത്തിന്റെ ഇപ്പോഴത്തെ അളവ്. അപ്പോൾ നമ്മൾ ഈ കല്ലിനെ നൂലിൽ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടംബ്ലറിലേക്ക് കല്ല് താഴ്ത്തി നോക്കാം. ജലത്തിന്റെ അളവ് വ്യത്യാസം ശ്രദ്ധിക്കൂ. ആദ്യം ടംബ്ലറിൽ ഇത്ര മാത്രമേ ജലമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ജലത്തിലേക്ക് കല്ലിട്ടപ്പോൾ ജലത്തിന്റെ അളവ് ഇത്ര ആയി വർദ്ധിച്ചു. ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? അതെ, കല്ലിന് ജലത്തിൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ശ്രദ്ധിച്ചല്ലോ കൂട്ടുകാരെ, ഇപ്പോൾ ജലനിരപ്പ് ഇത്രയാണ്. നമുക്ക് ഇതിലോട്ട് ഈ ടെമ്പിളിലോട്ട് ഞങ്ങൾക്ക് ഈ ഗ്ലാസ് മുക്കി വെക്കാം. ജലത്തിന്റെ അളവ് മാറുന്നത് കണ്ടല്ലോ. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഇതിൽ ഏത് പദാർത്ഥമാണ് കയറിയിരിക്കുന്നത്? അതെ, വായു തന്നെ. ഇതിലൂടെ ഞങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഈ പരീക്ഷണത്തിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതെ, ജലത്തിനും വാതകത്തിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഇനി നമുക്ക് പുതിയൊരു പരീക്ഷണമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.